സംരംഭങ്ങളുണ്ട്. ടൂറിസം സംരംഭങ്ങൾ ഒരു ഭാഗത്തുണ്ട്, ഉത്പാദകർ മറ്റൊരു ഭാഗത്ത് സംഘടിപ്പിക്കാം ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഒരു ഇടയിൽ ഇതിൻ്റെ ഒരു വിപണി ഇവർ രണ്ടിനും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഇല്ലല്ലോ, അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചർച്ചയായിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായിട്ടും കൂടിയാണ് കുടുംബശ്രീ ഉത്തരവാദിത്വ ടൂറിസം പരിപാടിക്കകത്തോട്ട് കടന്നു വന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു കണ്ണിയായിട്ട് വരാൻ സാധിക്കുന്നത്. അങ്ങനെ കടന്നു വരുമ്പോൾ ഞങ്ങൾക്കും ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഉള്ള ശ്രമത്തിലായിരുന്നു കുടുംബശ്രീ. ഒന്ന്, കുടുംബശ്രീയുടെ സംഘടനാ സംവിധാനത്തിനെ ഒരു അവകാശാധിഷ്ഠിതമായിട്ടുള്ള സംഘടനാ സംവിധാനമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത്. രണ്ട്, പ്രാദേശിക സാമ്പത്തിക വികസനത്തിനുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഈ സംഘടനാ സംവിധാനത്തിനെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മോഡലുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്ന്. അപ്പൊ അതിനുള്ള ഒരു ഉത്തരമായിട്ടായിരുന്നു, ഒരു സാധ്യതയായിട്ടായിരുന്നു ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ ഈ സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല ഞങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് ലഭ്യമായത്. അങ്ങനെ ലഭ്യമായതിന്റെ പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. ഈ 4 ഡെസ്റ്റിനേഷൻസിലും നേരത്തെ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായിട്ടും തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ പഞ്ചായത്തിന്റെ വളരെ വിഷണറി ആയിട്ടുള്ള ലീഡർഷിപ്പ് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് കൃത്യമായിട്ട് കാണുന്നുണ്ട്. അടുത്ത ടൂറിസം മിനിസ്റ്ററാണ്. ഒരു കാര്യത്തിൽ വളരെയേറെ സന്തോഷം തോന്നുന്ന ടൂറിസം മിനിസ്റ്റർ പലരും പറഞ്ഞതുപോലെ ഈ ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ പരിപാടിയിൽ തന്നെ കിട്ടിയെന്നുള്ളത് ആദ്യത്തെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിയിലെ ചിലപ്പോൾ ഇൻഡസ്ട്രിയുടെയോ മറ്റേതെങ്കിലും പരിപാടിയും വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ പരിപാടിയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റിയതും ഈ ഒരു കുമരകത്തിന്റെ ഇപ്പൊ ഈ നിങ്ങൾ കണ്ട ഇംഗ്ലീഷ് മൾട്ടിമീഡിയ കേരള ടൂറിസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ 8 മിനിറ്റ് മൂവി ഇതുവരെ നല്ലൊരു സദസ്സിനെ കാണിക്കാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു നല്ല സദസ്സിന്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റിയത്. ഞങ്ങൾക്ക് ഏതായാലും മിനിസ്റ്ററോട് വളരെയേറെ നന്ദിയുണ്ട്. ഈ വളരെ തിരക്കിനിടയിലും ഈ ഒരു പരിപാടിക്ക് വന്ന് ഇത്രയും നേരവും സഹകരിച്ചതിനും. പക്ഷെ ഇതിന്റെ കൂടെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി മിനിസ്റ്ററുടെ തലയിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണു സാർ വളരെ തന്ത്രപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പറയാനും കൂടി ആഗ്രഹിക്കുക. കാരണം